ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. അപ്പോൾ നമ്മൾ കോൾ വിളിക്കുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ചിലരുടെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടാവില്ല, ചിലരുടെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടാവും. അതെവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ സെറ്റിങ്സിൻ്റെ ഉള്ളിലായിരിക്കും. ചിലരുടെ ഫോണിൽ നമ്മൾ കോൾ വിളിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ എനേബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കോൾ റെക്കോർഡ് എന്ന ഓപ്ഷൻ. പക്ഷേ പലർക്കും അറിയില്ല ഈ കോൾ റെക്കോർഡ് ചെയ്യാനും. ചിലർ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കോളായിരിക്കും, ചിലപ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ മറന്നു പോവുകയായിരിക്കും. പിന്നീടായിരിക്കും നമ്മൾ അത് ചിന്തിക്കുന്നത്, പക്ഷേ അത് കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓളം എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തതിന് ശേഷം എഗ്രിയും കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും എഗ്രി ഞാനിവിടെ നിന്ന് കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡണ്ണ് കാണാൻ സാധിക്കും. ഡണ്ണ് കൊടുക്കും. നിങ്ങൾക്ക് ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നത്. വേറെ ഒരു പെർമിഷനും ആരും ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് ആ സേവ് ഇട്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇതിന് ശേഷം തന്നെ ആരും കോളൊന്നും വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ സേവ് ആവാത്തത്. പിന്നെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് വോയിസ് റെക്കോർഡ് ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പിന്നെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് കോൾ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. കണ്ടോ, റെക്കോർഡ് കോൾസ് എന്ന് കാണാൻ സാധിക്കും. അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ കോൾ റെക്കോർഡ് ആവുന്നതായിരിക്കില്ല. അങ്ങനെയൊക്കെ പല ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ഇതും ഡിലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ഓൾ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പിന്നെയും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പോകുന്നതായിരിക്കും, സെറ്റിങ്സിലേക്ക്. പിന്നെ അങ്ങനത്തെ പല ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കോൾ റെക്കോർഡാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും വീഡിയോ യൂസ്ഫുൾ ആകുമ്പോൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കോൾ റെക്കോർഡ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കി കളയാവുന്നതാണ്. വേണ്ട കോൾ റെക്കോർഡ് നിങ്ങൾക്ക് സേവ് ആക്കി വെക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ടുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നത് വരെ ബൈ.